നമസ്കാരം. ആയുർദർശൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കർക്കിടക കാലത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു ശരീര സംരക്ഷണത്തിന് ഉതകുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തവിടപ്പം എന്ന് പറയുന്നത് ഇന്ന് അന്യം നിന്ന് പോയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ ഈ കർക്കിടക മാസത്തെ ചര്യകളുടെ പ്രാധാന്യം ഞാൻ മുമ്പ് മഴക്കാല ചര്യകൾ എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വർഷകാല ചര്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശരീരബലം പൊതുവേ കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും ഈ ഒരു കർക്കിടകം അല്ലെങ്കിൽ വർഷകാലം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരബലത്തെ കൂട്ടാനും ആരോഗ്യം നിലനിർത്താനുമുള്ള ചര്യകളാണ് ഈ സമയത്ത് നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തവിട് അടങ്ങിയിട്ടുള്ള തവിടപ്പം കഴിക്കുന്നതിലൂടെ ഈ വാതസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾക്കും ശരീരവേദനയ്ക്കും ഈ കർക്കിടക മാസത്തിൽ മഴക്കാലത്ത് ഈ ഒരു റെസിപ്പി കഴിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രതിസന്ധിയെ തടയാൻ കഴിയുന്നതാണ്. നെല്ല് കുത്തി അരി വേർതിരിക്കുമ്പോൾ കിട്ടുന്ന ഉപോൽപ്പന്നമാണ് തവിട്. ഈ തവിടിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ വിളർച്ച, രക്തക്കുറവ് എന്നിവയ്ക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് തവിട്. അപ്പോൾ ഈ തവിടിൽ ബി കോംപ്ലക്സുകൾ, അയേൺ കണ്ടൻറ്റുകൾ, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗം വരാതിരിക്കാനും ഈ തവിട് അടങ്ങിയിട്ടുള്ള തവിടോടുകൂടി അരി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഈ തവിടിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ ആണ് ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. എന്നാൽ വെളുത്ത അരിയിലാകട്ടെ ഈ തവിട് പൂർണ്ണമായിട്ട് കളയുന്നതിലൂടെ അതിൽ ഈ പറഞ്ഞ ഘടകങ്ങൾ, ബി കോംപ്ലക്സുകൾ, അയേൺ കണ്ടൻറ്റ് തുടങ്ങിയവയൊക്കെ കുറവായിരിക്കും. അതിൽ അന്നജമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പഥ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ തവിടോട് കൂടിയ അരി എന്ന് പറയുന്നത്. അതുപോലെ ഈ സ്പേം കൗണ്ടൊക്കെ കുറവുള്ളവരാണെങ്കിൽ അവർക്ക് കൗണ്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇതിലെ ബി കോംപ്ലക്സുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അകാല നര, മുടികൊഴിച്ചിൽ എന്നിവയ്ക്കൊക്കെ ഈ തവിടോട് കൂടിയിട്ടുള്ള അരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തവിട് എടുക്കുമ്പം ആദ്യം തന്നെ തവിടോട് കൂടിയിട്ടുള്ള അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കുത്തി വേർതിരിക്കാവുന്നതാണ്. കാരണം അല്ലാണ്ട് നമ്മൾ തവിട് വീണ്ടും വീണ്ടും കഴുകുമ്പോൾ അതിൻ്റെ പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികമായിട്ടുള്ള വാഷിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തവിടാണ് മെയിനായിട്ടുള്ള നമ്മളെ ഇൻഗ്രീഡിയൻറ്റ്. അത് 500 ഗ്രാമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ വേണ്ടത് ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഞാനിവിടെ 250 ഗ്രാമാണ് ശർക്കര എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. പിന്നെ വാഴയില, നല്ല കഴുകി വൃത്തിയാക്കിയ വാഴയില വേണം. പിന്നെ ഇൻഗ്രീഡിയൻ്റായിട്ട് വേണ്ടത് ജീരകമാണ്. പിന്നെ നമുക്ക് ഈ തവിട് കുഴയ്ക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടെ നമുക്ക് കുറേശ്ശെ അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 100 ഗ്രാം അരിപ്പൊടിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് പൂർത്തിയായി. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ 2 വിധത്തിലാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒന്ന് അടയുടെ രൂപത്തിലും ഒന്ന് നമ്മൾ കുഴച്ച് ഉണ്ട രൂപത്തിലുമായിട്ടാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള തവിട് നമ്മൾ പാത്രത്തിലോട്ടേക്ക് ഇടുക. ഇപ്പോൾ കുറച്ച് മാത്രമേ ഇവിടെ ഇടുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഡെമോ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ തവിട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി നമ്മളിത് വെള്ളം ചേർത്ത് കുഴയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ തവിട് നമ്മൾ അല്പം വെള്ളം ചേർത്ത് കുഴയ്ക്കുക. വെള്ളം അധികം കൂടിപ്പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കുഴച്ച് ഒന്ന് പരുവമായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയും കൂടിയും ചേർക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി, നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളിലും അത് ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി കുഴച്ച് ആ പാകം റെഡിയായി കഴിഞ്ഞാൽ നമ്മളിത് വാഴയിലയിലോട്ട് പരത്തി ഒരു അടയുടെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വാഴയിലയിലോട്ട് പരത്തിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം അടയുടെ രൂപത്തിലിപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും ജീരകവും ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ എടുത്താൽ മതിയാവും കേട്ടോ.
മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. അവിടെ ലൈറ്റായിട്ടേ എടുത്തിട്ടുള്ളൂ. കുറേശ്ശെ ജീരകം പൊടിച്ച് ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി അല്ല നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് ജീരകം ഇടുന്നതിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിത് മടക്കി ആവിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി ഒരു 3 എണ്ണം മാത്രമേ ഇവിടെ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മളിത് അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെയാണ് ആവിയിൽ ഇത് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ തവിട് നമുക്ക് വേറൊരു രൂപത്തിലും ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് ഉള്ളത് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ 2 റെസിപ്പി നിങ്ങൾക്ക് ഇതിൽ ഏതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത എങ്ങനെയാണ് ആ നെക്സ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടാമതായിട്ട് ചെയ്ത് കാണിക്കുന്നത് ഇതേ തവിട് തന്നെ നമ്മൾ ശർക്കര പാനിയിലാണ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തവിട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ തവിട്. ശർക്കര പാനി ചേർത്തിട്ടാണ് കുഴയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് തന്നെ നമ്മൾ തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് ശർക്കര പാനിയിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുക. അപ്പം കണ്ടോ, അപ്പം നമ്മളിങ്ങനെ കുഴച്ചിട്ട് ഇലയിൽ വെച്ച് ഇതും നമ്മൾ ആവിയിലേക്ക് വെച്ച് പാകം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിലോട്ട് തന്നെ ഈ ഒരു ഇപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉണ്ടകളും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ തവിടപ്പവും തവിടുണ്ടയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പാകം കറക്റ്റായി വന്നിട്ടുണ്ട്. ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ തവിടുണ്ടയുടെ. ഇനി നമുക്ക് അട എടുത്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഡെമോ വീഡിയോയുടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എളുപ്പമാണ്. അപ്പം അത് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. ഈ കർക്കിടകത്തിൽ ആരോഗ്യത്തെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്താൻ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. നന്ദി, നമസ്കാരം.